ദിവസം തന്നെ ഞാൻ 20 സാരി വരെ മാറിയിട്ടുള്ള ദിവസമുണ്ട്. സാരിയാണ് ഫുൾ ഉടുത്തേക്കുന്നത്. ഒരു സീരിയലിനകത്ത് സാരി വാങ്ങിക്കേണ്ടി വരുമ്പോ അതൊരു ഒരുപാട് സാരികൾ. ഈ സാരികളൊക്കെ എന്താ ചെയ്യുന്നേ? സാരികളൊക്കെ ഞാൻ കുറെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറെയൊക്കെ ഞാൻ റീയൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സാരി, ഒരു പ്ലെയിൻ സാരി എന്ന് വിചാരിക്കുക, അതിനകത്ത് അതൊന്നുമില്ല, ജസ്റ്റ് ബോർഡർ മാത്രം ഉള്ളെങ്കിൽ അതെടുത്ത് ഞാൻ ചുരിദാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത ഇപ്പൊ സീരിയലില് ചില ചുരിദാറുകൾ ഞാൻ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. സാരിയും ചുടിയും വെച്ച് ഇപ്പൊ അടുത്ത ട്രോളിനുള്ള അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കൊറേ സാരി വാങ്ങിച്ചിട്ടുണ്ട്. എത്ര എപ്പിസോഡ് പോയതാ. എല്ലാ മാസവും നമ്മൾക്ക് പുതിയ പുതിയ സാരീസ് വേണ്ടേ? പിന്നെ ഇഷ്ടംപോലെ സാരീസ് 3 ഷെഡ്യൂളില് യൂസ് ചെയ്തിട്ട് പിന്നെ അതെടുത്ത് അടുത്ത 4ാമത്തെ ഷെഡ്യൂളിൽ തുടങ്ങും. ഞാൻ അങ്ങനെ തന്നെ യൂസ് ചെയ്യും. ഫസ്റ്റ് ഷെഡ്യൂളിൽ യൂസ് ചെയ്തെടുത്ത് പിന്നീട് എടുത്ത് 4th ഷെഡ്യൂളിൽ കുറച്ച് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ എന്നാലും കുറച്ച് വാങ്ങിയേ പറ്റത്തുള്ളൂ. കാരണം ഒരു ദിവസം തന്നെ ഞാൻ 20 സാരി വരെ മാറിയിട്ടുള്ള ദിവസമുണ്ട്. അതെ. അപ്പൊ അത്രയും മാറേണ്ടി വരുമ്പോ, അത്രയും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുമ്പോ നമ്മൾ കുറച്ച് ഒരു ബാഗ് സാരി മാത്രം നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ കുറെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. കുറെയൊക്കെ നമ്മള് റിലേഷൻസ് പിന്നെ അല്ലാത്ത കൊടുക്കും. അല്ലാത്തത് നമ്മൾ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യും. പിന്നെ ചില സാരികളൊക്കെ നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരിക്കും, അത് നമ്മൾ പേഴ്സണൽ യൂസിന് വെക്കും. അങ്ങനെയൊക്കെ. ഓക്കെ, സോ നേരത്തെ ജാമ തന്ന പോലെ ഞാൻ വേറെ നിങ്ങൾ ഞെട്ടിക്കാനായിട്ട് വേറെ സാധനം കൊടുക്കാൻ പോവാം. ഈ വാട് കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ ബീച്ചില് ഒരാൾ ഓടി വരുമല്ലേ? ഇപ്പൊ ട്രോൾ ആയിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വീൽ ചെയറിൽ എല്ലാരും പറയുന്നു ആ ചന്ദ്രലേഖ സിനിമയുടെ സമയത്ത് ഒരു വാളുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യം വന്നിരുന്നില്ല, കുറെ ലാഭിക്കായിരുന്നു. സോ അങ്ങനെ കുറെ സീൻസും അതൊക്കെ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മേഘന എത്രാമത്തെ വയസ്സിലായിരുന്നു ജോയിൻ ചെയ്തത് ആ സീരിയലിനകത്ത്? പ്രായം വേണോ അല്ലേ? നീ എന്താ പറയാൻ പോവാണ്? അല്ല, പഠിച്ചോണ്ടിരിക്കുന്ന കോളേജ് ആ സമയം, കോളേജ് കാലഘട്ടം. അവള് മാത്സ് ടേബിൾ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എന്താ എനിക്ക് പ്രശ്നം അറിയോ? നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചു വരില്ലേ, സംസാരിച്ചു വരുമ്പോ ഇങ്ങനെ ക്യാമറയാണ് ഇത്, നിങ്ങൾ നാളെ പോസ്റ്റ് ചെയ്യും, ഇതൊക്കെ ഞാൻ മറന്നു. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് സർപ്രൈസ് ആയതുകൊണ്ട് വാള് പോലത്തെ സാധനം ഇവിടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവള് സത്യം പറഞ്ഞ വീണ്ടും കളഞ്ഞു. പാമ്പുണ്ടായിരുന്നു, നല്ല കണ്ടിട്ട് പാമ്പില്ല. ആദ്യം പേടിക്കുന്നത് താങ്കളായിരിക്കും. ഇല്ല, അല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ സേഫ്റ്റിന്. അണ്ണൻ ചിലപ്പോ പേടിക്കറി. അണ്ണൻ ഈ മൃഗങ്ങൾ എല്ലാത്തിനെയും പേടിയാ, പട്ടി പൂച്ച പാമ്പ് ഭാര്യ